أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. യാസീൻ എന്ന ചെറിയ കലിമത്ത് രണ്ട് ദിവസം ചെറുതായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. വൽ ഖുർആനിൽ ഹകീം, പ്രബലമായ സുഭദ്രമായ ഏതൊരു വ്യക്തിയുടെയും രോഗങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ആന്തരികമായ രോഗങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പ്രാപ്തിയുള്ള ധാരാളം തത്വങ്ങൾ കുത്തി നിറച്ച വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. ഇതെല്ലാം അതിൻ്റെ അർത്ഥസാധ്യതകളിൽപ്പെട്ടതാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ സാധാരണ ഡോക്ടർമാർക്ക് പറയലുണ്ട് ഹക്കീം. ഡോക്ടർക്ക് അറബിയിൽ ഹക്കീം എന്ന് പറയല്ലോ. ഒരു സമർത്ഥനായ ഡോക്ടർ മുമ്പിൽ വരുന്ന ആളുകളുടെ രോഗം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മരുന്ന് കൊടുക്കും. ഇത് തന്നെയാണ് ഖുർആൻ. ഓരോ ആളുകളുടെയും രോഗം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെല്ലാം മരുന്നുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. മറ്റൊരു സ്ഥലത്ത് ഹുവ ശിഫാഉം റഹ്മാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ശിഫയാണ്, എല്ലാ രോഗങ്ങൾക്കും സിദ്ധ ഔഷധമാണ് വിശുദ്ധമായ ഖുർആൻ. അതിന്റെ ഒരർത്ഥാണ് പറയുന്നത്. എല്ലാത്തിനും എന്തിനതിന് മരുന്നില്ലാത്തത്? കൽബിന് മരുന്നുണ്ട്, റൂഹിന് മരുന്നുണ്ട്, മുഖിന് മരുന്നുണ്ട്, ജിസ്മിന് മരുന്നുണ്ട്, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. വഹ്ശി എന്ന് പറയുന്ന മഹാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. വഹ്ശി ഈ നിലയിലുള്ള ഒരു കൊല ഭൂപ്രതലത്തിൽ ഒരു മനുഷ്യൻ നടത്തിയിട്ടുണ്ടാവില്ല. അത്രയും വലിയ കൊലക്ക് നേതൃത്വം കൊടുത്ത ആളാണ് സയ്യിദുനാ വഹ്ശി. പക്ഷെ ഇന്ന് റളിയല്ലാഹു അൻഹു എന്നല്ലുണ്ട്, അദ്ദേഹത്തിന് വരെ മരുന്ന് കൊടുത്തിട്ട് നന്നാക്കിയ ഗ്രന്ഥമില്ല ഖുർആൻ. വഹ്ശി ഇസ്ലാമിലേക്ക് വരാൻ കാരണം എന്താ പറയുന്നത്? ഒറ്റായത്താണ്. ഒറ്റായത്ത്. വഹ്ശിനറിയില്ല. ഹംസത്തുൽ ഖറാനെ കൊന്ന ആളാണ്. കൊന്നെന്ന് മാത്രല്ല, ഈ വയറുണ്ടല്ലോ അതങ്ങോട്ട് പൊളിച്ചെന്നാണ്. കൊന്ന പിന്നെ എല്ലാരും ഇട്ടെറിഞ്ഞ് പോലുണ്ട്. മൂപ്പര് അതും ചെയ്തില്ല. കൊന്നിട്ട് നെഞ്ചിന്റെ കൂട് കൊത്തി കണ്ട് പൊളിച്ച്, വയറിന്റെ ഭാഗം റബ്ബർ ബന്ദ് കീറുന്ന മാതിരി കൈയിട്ടിട്ട് കീറി, എന്നിട്ട് കലിപ്പ് തീരാതെ ഉള്ളിലുള്ള ലിവർ കരളൊക്കെ പറിച്ചെടുത്തിട്ട് ആ ലിവർ തൊള്ളേക്ക് ഇട്ടിട്ട് ചവച്ച് തുപ്പാൻ സൗകര്യം ചെയ്ത് കൊടുത്തു. ഇതാണ് വഹ്ശി. ആരെ? ഹംസത്തുൽ ഖറാറിന്റെ. ഭൂമിയിൽ വഫാത്തിന് മുമ്പ് അള്ളാന്റെ ഹബീബ് ഏറ്റവും കരഞ്ഞത് ഹംസത്തുൽ ഖറാറിന്റെ ഷറഫാക്കപ്പെട്ട ശരീരം കണ്ടിട്ടാണ്. ഊദിന്റെ മണ്ണിൽ ഇങ്ങനെ കായം പോലെ മണ്ണോണ്ട് മൂടിയിട്ടിട്ട് തുണ്ടും തുണ്ടായിട്ട് തുടിച്ച് കിടക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ പച്ച ശരീരം. ഇത് കണ്ടിട്ട് വാവിട്ട് കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഈ കൊലക്ക് നേതൃത്വം കൊടുത്ത ആളാണ് വഹ്ശി. അതേ ഇസ്ലാമിക്ക് വരാൻ കാരണം ഒറ്റ ആയത്താണ്. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഈ ആയത്താണ് വഹ്ശി ഇസ്ലാമിലെ. അതിങ്ങനെ ആവർത്തിച്ചോതി. എന്ത്? കൊന്നോൻക്കും വ്യഭിചരിച്ചോൻക്കും കട്ടോൻക്കും വഞ്ചിച്ചോൻക്കും കലാപണ്ടാൾക്കും യുദ്ധം ചെയ്ത ആൾക്കും രക്തപ്പുഴക്ക് ഒഴുക്ക ആളുകൾക്കും എല്ലാവർക്കും പുറത്തേരിന് പഠിച്ചാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒറ്റായത്താണ്. എന്താണ് ആ ആയത്തിന്റെ ഒരു മനോഹാരിത? എല്ലാ ചവറുകളെയും തമ്മാടികളെയും അല്ലാഹു എന്റെ അടിമകളെ എന്ന് വിളിക്കല്ലേ. യാ ഇബാദി. ഇതാരോടെ പറഞ്ഞ? സ്വഹാബാക്കളോട് മാത്രല്ല, കട്ടോന്, കൊന്നോന്, വ്യഭിചരിച്ചോന്, എല്ലാരും യാ ഇബാദി എന്റെ അടിമകളെ. അതിൽ തന്നെ കഴിഞ്ഞു എല്ലാവരും.
അപ്പൊ ഓരോ ആളുകൾക്കും എന്ത് മരുന്ന് കൊടുക്കണം എന്ന് കൃത്യമായിട്ട് ഖുർആനിൽ അറിയാം എല്ലാവർക്കും. അടുത്തൊരു ബുദ്ധിജീവി ഇസ്ലാമിലേക്ക് കയറാൻ കാരണം അയാളെ എഴുത്തുകാരനാണ്. അയാളിങ്ങനെ അൽബക്കർ വായിച്ചു, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. അങ്ങനെ ഒരു കിതാബ് ആര് എന്ത് സ്വന്തം കൈപ്പടം കൊണ്ടൊരു തൂലിക ഏത് സാധനം ഇറക്കുകയാണെങ്കിലും ആ പുസ്തകത്തിന്റെ ലാസ്റ്റും ആദ്യത്തിലൊക്കെ ഉണ്ടാവും, ഇത് ഞാൻ തിരക്കിനിടയിൽ എഴുതിയാണ്, കുഴപ്പങ്ങൾ ഉണ്ടാവും, വായനക്കാര് സാധനം ഉണർത്തണല്ലേ ഇല്ലേ, അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതല്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ലാ റൈബ ഫീഹി, ഒരു സംഗതി ഇതിൽ കാണാൻ പറ്റില്ല, സംശയത്തിന് സാധ്യതയുള്ള ഒന്നും ഇതിലില്ലാന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയേ. എന്നാ പിന്നെ പരിശോധിച്ച് നോക്കുമ്പോഴോ സംശയത്തിന് സാധ്യതയുള്ള ഒന്നൊട്ടും ഇല്ലേനും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അലക്ക് എന്ന വാക്ക് ചിന്തിച്ചിട്ട് ഇസ്ലാമിലേക്ക് ഒന്ന് എത്ര ആൾക്കാരുണ്ട്? തുടങ്ങണ അവിടുന്നല്ലോ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലക്ക്. അലക്ക് എന്ന് പറഞ്ഞിട്ടല്ല ഖുർആന്റെ പരിപാടി തുടങ്ങണേ. അലക്ക് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം അട്ടാന്നാണ്. അട്ട കാൽ മുട്ടിക്കണം നമുക്ക്. ഒന്നാ മൈസൂർ ആവുക്കാൻ പോയിക്കൂടെ, അട്ട ഇഷ്ടം പോലെ ഉണ്ടാവും. നാളെ ഞങ്ങള് കർണാടകയ്ക്ക് ഒരു പരിപാടി കൊമ്പപ്പൻ ഉണ്ടായിരുന്നില്ലേ, അട്ട കയറിയിട്ട് അല്ലേ. പിന്നെ ഈ മറ്റേ ചായപ്പൊടി തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് വണ്ടി എത്തിയപ്പോ കയറി പോയതാ. പിന്നെ ചായപ്പൊടി അല്ല, കാൽമൊക്കെ കൂടി അട്ടയിട്ടായിരുന്നു. അട്ട കയറുന്ന ആരും അറിയില്ല, അട്ട കാൽമ കയറിയിട്ടുണ്ടാവും, കയറുന്ന അറിയില്ല. അള്ളാഹു താല അട്ടാന്നാ പറഞ്ഞത്, അട്ടാന്ന് അർത്ഥം. അതിന് നേരെ അർത്ഥം അട്ടാന്നല്ല, പക്ഷെ ആ സമയത്ത് ഗർഭസ്ഥ ഭ്രൂണത്തിന് അട്ടന്റെ എല്ലാ സ്വഭാവം ഉണ്ടാവും. അതതിന്റെ പ്രത്യേക കൃത്യമായിരിക്കും വാക്കുകൾ. അട്ടന്റെ എല്ലാ സ്വഭാവം ആ സമയത്ത് ഈ ഭ്രൂണത്തിനുണ്ട്. എന്താ അട്ടന്റെ സ്വഭാവം? കാൽമക്കൊട്ടും നമ്മളറിയില്ല. എന്താ ഗർഭിണിയുടെ സ്വഭാവം? ഗർഭം തുടങ്ങിയിട്ടുണ്ടാവും, പെട്ടെന്ന് അറിയില്ല. പിന്നെ ഛർദി തുടങ്ങുമ്പോഴാണ് എന്തപ്പോ ഇന്നൊരു ഛർദി, ഒന്ന് പോയി നോക്കുക. പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടർ പറയും ഗർഭമുണ്ടെന്ന് അറിയും. സംഭവം നമ്മളറിയില്ല. പിന്നെ അട്ടന്റെ സ്വഭാവം എന്താ? രക്തം ഊറ്റിങ്ങനെ കുടിക്കും. എന്താ ഭ്രൂണത്തിന്റെ സ്വഭാവം? ഉമ്മാന്റെ രക്തം ഊറ്റി കുടിക്കുക. വേറെന്താ? നമ്മളൊക്കെ പള്ളയിൽ 9 മാസം രക്തം കുടിച്ചിട്ടാണ് തടിച്ചത്, അല്ലാതെ അവിടെ പൊറാട്ടയും കീമില്ല. നമ്മൾ ആദ്യത്തെ ഭക്ഷണം രക്താണ്. എന്നാ ഇപ്പൊ ഒന്ന് കുടിച്ചോ കാണിയത്. പഠിച്ചോനെ, അള്ളാന്റെ ഒരു കുതിരത്തുണ്ടില്ല നിങ്ങള്. ആ സമയത്ത് നമ്മൾ തൊള്ളയെ കൂടെ അല്ലേ കുടിച്ചത്, ഇവിടുന്ന് ഒരു പൈപ്പാണ്ട് ഇട്ടെന്ന്. യാ അല്ലാ, ഉമ്മാരൊക്കെ തട്ടണ അവഗണിക്കണ ആളുകൾ ഇതൊക്കെ ചിന്തിക്കണ്ടേ. ഇവിടുന്ന് അങ്ങോട്ടൊരു പൈപ്പ്, ഇങ്ങോട്ട് രക്തം, ഉമ്മാന്റെ രക്തം കൂടി വലിച്ചത്. അതാണ് തള്ളക്ക് മെൻസസ് ഇല്ലാത്തത്. ഗർഭിണിയായ മെൻസസ് ഉണ്ടാവില്ല. കാരണം എന്താ? ഈ ചെങ്ങായിന്റെ ഉള്ളിൽ നിന്ന് വലിക്കുകയാണ്. പിന്നെ എങ്ങനെ പുറത്തു പോവാ? എന്നിട്ട് മെലിയാണ്, തള്ളാരും മെലി, ഓക്കാനം. എന്നിട്ട് ഇത് പള്ള വീർപ്പിച്ച് ഇങ്ങനെ കല്യാണത്തിന് നടക്കല്ലേ. എന്നിട്ട് പുറത്തു നിന്നിട്ട് പെണ്ണെട്ടിയാലും ഉമ്മാനെ തള്ള. ഇവനൊക്കെ അല്ല വെറുതെ വിടും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മള് ഒരു കയ്യിലൊരു സാധനം എടുത്ത് പൊന്തിച്ചാൽ 2.5 കിലോ തൂക്കുള്ള ഒരു സാധനം എത്ര ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ വെക്കൂലേ. ഇത് പള്ളിയിൽ 2.5-3 കിലോ ലഗേജിനെ ഇങ്ങനെ വഹിക്കാണ്. എന്നിട്ട് കിടത്തം മാറ്റി, ഇരുത്തം മാറ്റി, ഭക്ഷണം മാറ്റി, സ്മെല്ല് പറ്റൂല. ചിലപ്പം ഭർത്താവിന്റെ സ്മെല്ല് പറ്റൂല, എന്നാണ് മാറിക്കെടുക്കിട്ടോ. എന്നിട്ട് എങ്ങനെങ്കിലും കിടന്നാൽ കുട്ടിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഉറക്കമില്ല ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് 9 മാസം കഴിഞ്ഞിട്ട് 20 എല്ലുകൾ പൊടിയണ വേദനയോടെ പ്രസവിക്കുക. ഇതൊക്കെ ഖുർആനും പറഞ്ഞിട്ടുണ്ട്. 20 എല്ലുകൾ പറഞ്ഞിട്ടില്ലല്ലോ, വേദനയെ പറഞ്ഞിട്ടുണ്ട്. യാ അല്ലാഹ്. അപ്പൊ ആ സമയത്ത് രക്തം ഊറ്റി കുടിക്കുക, അതും അട്ടന്റെ സ്വഭാവം. അത് പറയാനത് പറഞ്ഞു അട്ട. പിന്നെ അട്ടന്റെ സ്വഭാവം എന്താ? മൂന്നാമത്തത്, രക്തം ഊറ്റി കുടിച്ചതിന് ശേഷം സമയമായാല് അട്ട ഏത് ശരീരത്തിൽ എവിടെയാ ഒട്ടിയത് അവിടെ നിന്ന് കൊണ്ട് പുറത്തേക്ക് വീഴും. ഇതന്നെയല്ല ഗർഭത്തില് കുട്ടി പുറത്തേക്ക് പോകും, പ്രസവം എന്ന് പറഞ്ഞ്. 4-മത്തെ ഒരു സ്വഭാവം അട്ടക്കുണ്ട്. അട്ട ഏത് ശരീരത്തിലാണോ പുറത്ത് വീണത് ആ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകും. അതിനല്ല പ്രസവ രക്തം എന്ന് പറയാം. 5, അട്ട ഒട്ടിയിട്ട് ഒഴുകിയ രക്തം ഒരു മരുന്നും പറ്റാതെ നിൽക്കും. ആർക്കെങ്കിലും പ്രസവിച്ചതിന് ശേഷമുള്ള രക്തം നിൽക്കാൻ മരുന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇനി അലക്ക് എന്നുള്ള വാക്ക് ഇതിലൂടെ ചേർത്തിട്ട് അവിടുന്ന് അർത്ഥം വെച്ച് നോക്കാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പറഞ്ഞു പോലെ വൽ ഖുർആനിൽ ഹകീം. ഓരോന്നും കൃത്യമായിട്ട് മരുന്ന് കൊടുക്കണ ഗ്രന്ഥാണത്. ഇനിയിപ്പോ ഇന്നത്തെ അവസ്ഥ നോക്കി, ഞാനൊക്കെ എന്റെ ഒരു കാര്യം എന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രത്യേക സംഗതി എന്നാൽ ഖുർആൻ എടുത്ത് നോക്കും. ഇങ്ങനെ നോക്കിയാല് ഞമ്മക്ക് ആ നേരിടുന്ന വിഷയത്തിന് കൃത്യമായിട്ട് ഖുർആൻ നമ്മളോട് സംസാരിക്കും പോലെ തോന്നും. സമാധാനമാണെങ്കിൽ സമാധാനം, വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട.
ഞാനൊക്കെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും മുഷാവറ ചെയ്താൽ ഖുർആൻ നോക്കിയിട്ടാ മറുപടി അറിയാം. തന്നെ ഇവിടെ കുറെ ആൾക്കൊക്കെ പരിചയം ഉണ്ടാവും. കാര്യമായിട്ട് എന്തെങ്കിലും വന്നിട്ട് മുഷാവറ ചെയ്താൽ ഞാൻ പറയാറ് ഖുർആൻ എടുക്കും. ഞാൻ പറയാ വേണ്ട, അതൊരു ഖുർആന്റെ മോചനത്താണ്. കേരളത്തിലെ വലിയ പണ്ഡിതൻ അദ്ദേഹത്തിനെ കോയമ്പത്തൂർ ജയിലിൽ കൊണ്ടുപോയിട്ട് അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾക്ക് ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പോ ജയിലിൽ കൊണ്ടുപോയിട്ട് പല കബറ് പോലുള്ള ഒരു ജയിലിൽ നിന്ന് എന്താ പറയാ, ശ്വാസം മുട്ടി മരിക്കും, ദുർഗന്ധം, വിയർപ്പ്, ഒന്നിനും പറ്റും, നല്ല ഭക്ഷണമില്ല, വെള്ളമില്ല, ഭയങ്കര ടെൻഷനായി, ടെൻഷൻ കൂട്ടിയിട്ട് മരിക്കും എന്നുള്ള വക്കിലെത്തൂല. അപ്പോ അയാള് അവിടെ കാവലിക്കുന്ന സ്റ്റാഫിൽ പോലീസിനോട് ചോദിച്ചു, കുറച്ച് വെള്ളം തരും, ഒന്ന് കൊടുക്കാനാണെന്ന്. അപ്പൊ കോപ്പയിൽ കുറച്ച് വെള്ളം കൊടുത്തു. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഒതുകൊടുത്ത് ഒരു ഖുർആൻ കൊടുന്നേരുമെന്ന് ചോദിച്ചു. മൂപ്പര് ഭയങ്കര ടെൻഷനിൽ ഖുർആൻ കണ്ട് മറിച്ചപ്പോ അതിൽ ആദ്യം കണ്ട ആയത്ത് കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. 10 കൊല്ലം മൂപ്പര് പിടിച്ചിരുന്നത് ഈ ആയത്തിന്റെ തമ്മിലാണ്. ഈ ആയത്ത് മൂപ്പരോട് ഇങ്ങനെ സംസാരിക്കും പോലെ തോന്നും. വേറെ രാഷ്ട്രീയക്കാരൻ വലിയ പ്രവാചകനാണ്, സ്ഥാനാർത്ഥിയായിട്ട് എന്ത് തോറ്റ് ജയിക്കുന്ന ഉറപ്പായിട്ടല്ലേ പോയി സ്ഥാനാർത്ഥിയായിട്ടിരിക്കണം. തോക്കുന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കൂലല്ലോ. തോറ്റുപോയി. തോറ്റപ്പോ മൂപ്പർക്ക് ഭയങ്കര ടെൻഷനായി. ഖുർആൻ ആദ്യം തന്നെ കണ്ട ആയത്ത് ഇയാള് തോറ്റതിനുള്ള അല്ലാഹു തആല വർത്താനം പറയുമ്പോലെ തോന്നുക, അസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. നിങ്ങൾക്ക് ചിലത് നല്ലതാണെന്ന് തോന്നും, പക്ഷെ നിങ്ങൾക്ക് നല്ലതാവൂല. അപ്പൊ ഇയാൾ അർത്ഥം വെക്കുക, എനിക്കിപ്പോ തോന്നുന്നേ ജയിക്കല് നല്ലതാണ്, നല്ലതല്ല, അപ്പൊ അള്ളാഹ് തോൽപ്പിച്ചു. യാ അല്ലാഹ്, എല്ലാം അത് എന്താണ് ഒരു മനുഷ്യന് ഇതിന്റെ ഖുർആനായിട്ട് ഹൃദയബന്ധമുണ്ട്, പാണ്ഡിത്യണ്ടെങ്കിൽ മൂപ്പരോട് ഖുർആൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കും പോലെ തോന്നുന്നു. അതല്ല അലിയാര് പറഞ്ഞത്, അള്ളാഹുവിന്റെ സംസാരം എനിക്ക് കേൾക്കാൻ ആഗ്രഹം വരുമ്പോ ഖുർആൻ എടുത്ത് നോക്കുന്നത്. അള്ളാഹ് നമ്മളോട് പറയില്ലേ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, വൽ ഖുർആനിൽ ഹകീം. ഒരു സമുദ്രത്തെ കുറിച്ച് പഠിച്ച ഒരാളാണ് ഖുർആൻ നോക്കുന്നെങ്കിൽ ഷാഹത്തലിമല്ലോ. ആകാശത്തെ കുറിച്ച് പഠിച്ച ആളാണ് ഖുർആൻ നോക്കുന്നെങ്കിൽ ഷാഹത്തലിമല്ലോ. ഭൂമിയെ കുറിച്ച് പഠിച്ച ആളാണ് ഖുർആൻ നോക്കുന്നതെങ്കിൽ ഷഹാദത്ത് ചൊല്ലുന്നതാണ്. പിന്നെ പാകുള്ള അഭിപ്രായത്യങ്ങൾ ഭൂമി പിന്നെ വിരിപ്പാന്ന് പറഞ്ഞില്ലേ എന്നാണ്. അപ്പൊ പരന്നിട്ടാണ് എന്നല്ല നിങ്ങൾ വിരിപ്പാന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പരന്നിട്ടാകാ? നമുക്ക് വിരിപ്പായി അനുഭവപ്പെടണില്ലേ എന്നാണ് ചോദിക്കണത്, അല്ലാതെ ഭൂമി വിരിപ്പാണെന്നല്ല. അങ്ങനെയാണ് ഞാൻ തൊട്ടിലാന്ന് പറയുന്നത്. അലം നജ്അലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا. അലം നജാലിൽ അർള മിഹാദ, ഭൂമിയെ നമ്മൾ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നില്ലേ, ഭൂമിയെ നമ്മൾ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നില്ലേ. ഇതനുസരിച്ച് ആരെങ്കിലും ഭൂമിക്ക് 2 സ്പ്രിങ് ഉണ്ട്, ഒരു തൊട്ടി തുണി ഉണ്ട്, അടിയിൽ ഒരു മൂത്രയിച്ച സ്വീകരിക്കാനുള്ള ഒരു തൊട്ടിപാത്രം ഉണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം എന്ന് ആരെങ്കിലും പറയാം? അങ്ങനെ തന്നെയാണ് വിരിപ്പാക്കി തന്നില്ലെന്ന് ചോദിച്ചത്. നമുക്ക് അനുഭവിക്കാനുള്ള നിയമത്തുകളാണ് അള്ളാഹ് അവിടെ ഓർക്കുന്നത്, അല്ലാതെ ഭൂമിന്റെ ആകൃതി പറയല്ലത്. അത് തലച്ചോറുള്ളവർക്കൊക്കെ മനസ്സിലാവും. അതും ഒരു ഖുർആനിൽ ഹക്കീം എന്നുള്ളതിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഇങ്ങനെയാണ് ഖുർആൻ, ഖുർആനിൽ ഹകീം. എല്ലാത്തിലേക്കും കൃത്യമായ സൂചന. ഇന്ന് എത്ര ഇല വീഴണം എന്ന് ഖുർആനിലുണ്ട്, നമുക്കറിയില്ല. മാ ഫറത്നാ ഫിൽ കിതാബി ഷൈ, ഇക്കിതാബിൽ ഒരു വസ്തു നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, എല്ലാത്തിലുണ്ട് എന്നാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ഒട്ടകത്തിന്റെ കാറ് നഷ്ടപ്പെട്ടാൽ അത് എവിടെ ഉണ്ടെന്ന് ഖുർആൻ നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിക്കുന്നത്. അതുപോൽക്കറിയാം. ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞ, ഇബ്നു അബ്ബാസിന് അറിയില്ലേ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രസിഡന്റാണ്, റഈസുൽ മുഫസ്സിരീൻ. അതിനൊരു കാരണമുണ്ട് കേട്ടോ. റസൂലുള്ളാഹിനോടുള്ള അദബിന്റെ ഗുരുത്വം കൂടിയാണ്. ഒരിക്കൽ പൊരേ കൊടുന്ന റസൂലുള്ളാഹി എത്തി, ചെറിയ കുട്ടിയാണെന്ന്. അപ്പൊ രാത്രി എണീറ്റിട്ട് നിസ്കരിക്കാന്നപ്പോ ഈ കുട്ടീനെ നേരെ നിർത്തും. അള്ളാന്റെ റസൂൽ കൈയ്യട്ടിയ കുട്ടി കൊണ്ട് ഇറങ്ങിക്കും. പിന്നെയും സലാം കിട്ടിയ ഇവിടെ തന്നെ നിർത്തും, ചെറിയ പൈതലല്ലേ.
അപ്പൊ ഹബീബാ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യട്ടിയ കുട്ടി ബാക്ക് തന്നെ, മോനെ ഞാൻ എന്നെ നിർത്തി കൊടുത്തിരുന്ന നിൽക്കാത്ത എന്താ ബാക്ക് കടിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പൈതൽ വെച്ച് നിങ്ങളാരാ ഞാരാ, നിങ്ങളെടുത്ത് നിൽക്കാൻ എൻ്റെ കാലിന്റെ മെനയില്ല യാ റസൂലല്ലാഹ്. ചെറുപ്പത്തിൽ തന്നെ അതവ് അടുത്ത് കളിച്ച് തലമ കയ്യച്ച് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, ഈ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കണേ. റഈസുൽ മുഫസ്സിരീന. ഇന്നെന്താ നമ്മളെ വീട്ടിലൊക്കെ അവസ്ഥ? ബാപ്പ ഇങ്ങനെ 2 കിലോ മത്തിയേറ്റ് വരും, മോനുണ്ടാവും കൊലയമ്മ കസാരയില്ല, ടൗസർ ഇട്ടുണ്ടാവും, കാൽമക്കാലം വെച്ചിട്ട് മൊബൈൽ കൊണ്ടുണ്ടാവും. ബാപ്പ കോളിംഗ് ബില്ലടിക്കും. തന്ത വന്നിക്കണ വാങ്ങിച്ചാല് ചെക്കാനുകൂല മര്യാദ ഇല്ലാത്ത കൗമല്ലേ വളർന്നത്. നമ്മളൊക്കെ പറയില്ലേ, എന്റെ പറയില് നടക്കൂല. ആ ഇരുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. നമ്മളെ കണ്ടാണ് ഈക്കണം എന്നല്ല അതിന്റെ തത്വം, അതല്ല അതിന്റെ തത്വം. കുട്ടികൾ വളരേണ്ട രൂപത്തിൽ വളരണ്ടേ, അല്ല എന്നെ കാണുമ്പണി അങ്ങനല്ല അതിന്റെ തത്വം. കുട്ടികൾ വളരേണ്ട രൂപത്തിൽ വളരണ്ടേ, അതില്ലെന്ന്. ബാപ്പാരെങ്ങോട്ട് ഭരിക്കണം, ബാപ്പ ഏത് തുണി എടുക്കണം, കുപ്പ എടുക്കണം, എങ്ങനെ ജീവിക്കണം, മോന്റെ തീരുമാന. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെ മുടി വെട്ടണ്ടെന്ന് വാപ്പാന്റെ തീരുമാനം. എന്റെ വാപ്പാന്റെ അടുത്ത് എനിക്ക് അടിയിട്ടിയത് ഒരേ സംഗതിക്കാണ്. എന്റെ വാപ്പ എന്നെ അടിക്കൂല എന്നായിരുന്നു എന്റെ വിശ്വാസം, കാരണം ഇന്നെ അത്രയും സ്നേഹമായിരുന്നു. പക്ഷെ ഒരു ദിവസം അടിച്ചു, മുടി വെട്ടിച്ച് കുറച്ച് അറിയാണ്ട മോഡലായിപ്പോയി. അതന്നെ ഇന്നത്തെ ജാതി മോഡലും അല്ല. ഇന്നിപ്പോ മോഡൽ പറഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റ് നോക്കിയാലേ തലമുക്ക് നോക്കിയാല്, അതല്ല. അറിയാതെ എന്തായി പോയി, ഒന്ന് മോഡലായി പൊരീക്ക് വന്നപ്പോ അതില് വാപ്പാന്റെ മുഖാണ്ട് ചുവന്നോ. എന്താ ഇങ്ങനെ മുടി വെട്ടല്ലേ, എവിടുന്നാ ചോട്ടിയ? അപ്പോഴും ഞാൻ അടിക്കൂലെന്ന്. അന്നാണ് എന്നെ 2 അടി അടിച്ചത്. അതാണ് എനിക്ക് മോഡൽ മുടിയോട് ഇത്ര ഒരു കടുപ്പം. കാരണം ചിലത് നമ്മൾ അതീസ് കണ്ടാ പോരാ, ചെറുപ്പം ചില ചൂട് കയറിയിട്ടുണ്ടാവും. അങ്ങനെയും കൂടിയല്ലേ. ഫർലുസ്കാരത്തിന് എനിക്ക് ഭയങ്കര ഗൗരവമാണ്, ഭയങ്കര പ്രശ്നം എനിക്ക്. ഞാൻ ഈ വാള് ഏൽക്കുകയാണെങ്കിൽ തന്നെ ട്രെയിനിൽ നിന്ന് നിസ്കരിക്കാൻ എല്ലാത്ത രൂപത്തിൽ ടിക്കറ്റ് കിട്ടിയാലേ ഏൽക്കുള്ളൂ. അല്ലാതെ ട്രെയിനിൽ നിന്ന് നിസ്കരിച്ച് ഒപ്പിക്കുക ഞാൻ നിസ്കരിക്കില്ല. ജമ്മാക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ടിക്കറ്റ് വന്നാൽ പോവും. അല്ലെങ്കിൽ അപൂർവ ഈ വിദേശത്തൊക്കെ പോകേണ്ടി വരും. അത്ര നിസ്കാരത്തിൽ ഈ ചൂട് നമുക്ക് വന്നത് ഹദീസ് പഠിച്ചോണ്ടല്ല, എന്റെ അമ്മ അടിച്ചതുകൊണ്ടാ. നമ്മളൊക്കെ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ പൊരയിന്ന് ഭക്ഷണം കിട്ടണമെങ്കിൽ നിസ്കാരം ഉമ്മാന്റെ കണ്ണിന് മുമ്പിലാണ് കാണിച്ചു കൊടുക്കണം. ഞാൻ റൂമിൽ നിന്ന് അളിയാങ്കാന്റെ അപ്പോ അതിന്റെ അടിയിൽ അളിയാൻ കാണാതെ നിസ്കരിച്ചിരിക്കണമെന്ന് പറഞ്ഞാലും ചോറ് തരില്ല. അപ്പൊ അളിയനോട് വിളിച്ചു വെക്കും, കുഞ്ഞാമതെ നിങ്ങൾ നിസ്കരിക്കുന്ന കണ്ടിരിക്കണോ ചോദിക്കും. അപ്പൊ അളിയൻ എങ്ങാനും സത്യം പറഞ്ഞാൽ നമുക്ക് ഭക്ഷണമില്ല. അതങ്ങനെയല്ലേ ഈ ചൂട് കയറുക. നമ്മളൊക്കെ പൊരയില് കുട്ടികളെ നിസ്കരിപ്പിക്കണം, മാതാപിതാക്കൾ എത്രയുണ്ട്. അള്ളാഹുവെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും എല്ലാത്തിനും മരുന്നാണ് ഖുർആൻ, എല്ലാത്തിനും മരുന്നാണ്. അതിന്റെ ഒരർത്ഥാണ് ഇന്ന് പറഞ്ഞത്. ഇതിന് ഒന്നും കൂടി നാളെ മറ്റൊരർത്ഥം പറഞ്ഞിട്ട് ഇന്നക ലമിനൽ മുർസലീൻ അയക്ക് നമുക്ക് കയറാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതാനും വൽ ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞ ഡോക്ടർ എന്നർത്ഥമുണ്ട്. എല്ലാവർക്കും കൃത്യമായി രോഗം നിർണയിച്ച് മരുന്ന് കൊടുക്കാൻ പറ്റുന്ന സകല തത്വങ്ങളും കുത്തി നിറച്ച വിശുദ്ധമായ പ്രാമാണിക സുഭദ്ര ഗ്രന്ഥമായ ഖുർആൻ തന്നെയാണ് സത്യം. ഈ സത്യത്തെ സ്വാംശീകരിച്ച് അത് ഹൃദയത്തിന്റെ മുദ്രയാക്കി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, രാവിലെ തന്നെ ഖുർആൻ ക്ലാസ്സിലിരിക്കുന്ന ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ ഖുർആൻ കൊണ്ട് ശക്തിപ്പെടുത്തണേ അല്ലാഹ്, പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഖുർആന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാ മുറാദുകളും മനസ്സിലാക്കി തരണേ അല്ലാഹ്. ഖുർആന്റെ പ്രകാശം ഞങ്ങളെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഖുർആന്റെ തത്വങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഖുർആനുമായി ഓതിയും അറിഞ്ഞും അനുഭവിച്ചും ബന്ധമുള്ളവരിൽ പെടുത്തണേ അല്ലാഹ്.
ഖുർആന്റെ വിരോധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല. ഖുർആൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന അപകട പട്ടികയിൽ നിന്ന് കാക്കണേ അല്ല. രാവിലെ തന്നെ ജമാഅത്തിന് പങ്കെടുത്ത് ഈ സദസ്സിൽ പങ്കെടുക്കാൻ ദൂരെ നിന്നും അടുത്തുനിന്നും വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരാളെയും നീ ഖൈബാക്കല്ല അല്ലാ, കഷ്ടത്തിലാക്കല്ല അല്ലാ, നഷ്ടത്തിലാക്കല്ല അല്ലാ, പ്രയാസത്തിലാക്കല്ല അല്ലാ, ദുരിതത്തിൽ ആഴ്ത്തല്ല അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ഉന്മേഷമുള്ള സമാധാനമുള്ള ആയുസ് നിന്റെ ത്വാഴത്തിൽ നൽകണേ അല്ലാ. ഇവിടെ കൃത്യമായി ദൂരെ നിന്ന് വരുന്ന ഒരു സഹോദരന്റെ വീട്ടിലെ മൂത്തച്ചി, അങ്ങനെ 1-2 ആളുകൾ വളരെ മാരകമായ സീരിയസ് ആയ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞു. അള്ളാഹുവെ, നീ അവർക്ക് എന്താണോ സലാമത്ത്, ആ വാബ് തുറന്നു കൊടുക്കണേ അല്ലാ. നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഖുർആന്റെ റഹ്മത്തും ശിഫയും നൽകണേ അല്ലാ. അള്ളാഹുവെ, ഇതിൽ കച്ചവടക്കാർക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. കടലിലും കരയിലും പട്ടിണി അകറ്റാനും മക്കൾക്ക് വേണ്ടി പടവരുതുന്നവരാണ്. അധ്വാനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കടത്തിൽ കുടുക്കി ഞെരുക്കല്ല അല്ലാ, കടക്കാരനായി മരിപ്പിക്കല്ല അല്ലാ. അള്ളാഹുവെ, ഹജ്ജുംറകൾക്ക് പോയവർക്ക് അനുകൂലമായി മബ്രൂർ ആ ഹജ്ജിനും മഖബൂലത്തായ ഉംറയ്ക്കും മർളിയ സിയാറത്തിനും തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഹറമുകളിൽ പലവട്ടം എത്താനുള്ള അനുകൂല അവസ്ഥകൾ നീ ഉണ്ടാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبه واغفر لنا يا غفار وانصرنا يا نصير وارحمنا يا رحمن سلمنا يا سلام وهب لنا يا وهاب واحفظنا يا حفيظ يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين الحمد لله رب العالمين. ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, സഫർ, നമുക്ക് ഏകദേശം 2-3 മാസം യാസയിൽ ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ റബീഉൽ അവ്വലായി ഹബീബ നബിയെ കുറിച്ചുള്ള കൃത്യമായൊരു സൂറത്ത്. അങ്ങനെ അതിനിടക്ക് മസലയും കാര്യങ്ങളൊക്കെ ഉദയത്തൊക്കെ വരുന്നുണ്ട്. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയുടെ ക്ലാസ്സോ ഒക്കെ നമുക്ക് വെക്കാം. അല്ലാഹു